ഓക്കെ ഗായ്സ്, അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും കേസ് ഒരു അടിപൊളിയായിട്ടുള്ളൊരു കിടുക്കാച്ച് ഇൻഫർമേഷനുകളൊക്കെ എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, എന്താണ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ എയർപോർട്ടിൻ്റെ ഏകദേശം അടുത്തൊക്കെ ആയിട്ട് ഒരു ഗോൾഡൻ ഫോർഡ് മസ്താങ്ക് കണക്കെ എന്തായാലും ഇന്നലെ ആക്സിഡൻറ്റ് കണക്കെ എന്തായാലും ആയിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഗോൾഡൻ മസ്താങ്ക് കണക്ക് ഇതിനായിട്ട് ആരും എന്തായാലും എടുക്കാനായിട്ട് എന്തായാലും വന്നിട്ടില്ല. ഓക്കെ, ആ ഒരു വണ്ടിയുടെ ഓണർ കണക്കെ ഹോസ്പിറ്റലും കണക്ക് കിടക്കുകയാണ്. പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എന്തായാലും പരിക്കുന്നതൊക്കെ എന്തായാലും പറ്റിയിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് ആരും വണ്ടി ഒന്നും തന്നെ എന്തായാലും എടുത്തിട്ടില്ല. എപ്പോഴും ആ ഒരു റോഡിൽ കണക്ക് കിടക്കുകയാണ് ആ ഒരു വണ്ടിയും കാര്യങ്ങളും. ഓക്കെ, ഫുള്ളായിട്ട് പൊളിഞ്ഞ് കിടക്കുകയാണ് ഒരു ഗോൾഡൻ ഫോർഡ് മസ്താങ് കാര്യങ്ങളൊക്കെ. നമ്മളാണിത് അറിഞ്ഞ പോലും ഇല്ല. ഓക്കെ, ഗോൾഡൻ ആണ് കേസ്, പ്യുവർ ഒറിജിനൽ ഗോൾഡാണ്. ഓക്കെ, ആരും ഇതിനായിട്ട് എന്തായാലും അത് എടുത്തിട്ടില്ല. ഓക്കെ, കാരണം വെച്ചാൽ അത് എടുക്കാൻ ആരും സമ്മതിക്കത്തില്ല. എന്ന് വെച്ചാൽ വലിയൊരു മില്യണയറിൻ്റെ കാറും കണക്കാണ് കേസ് അതെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മളാണ് ഗൈസ് നൈസായിട്ട് ആരും കാണാതെ ഒരു ട്രക്ക് എടുത്തിട്ട് നമ്മൾ നേരെ ആ വണ്ടി അങ്ങ് അടിച്ച് പറ്റിയിട്ട് ആ വണ്ടി ഫുള്ള് റീസ്റ്റോർ ചെയ്ത് നമ്മളെന്തായാലും എടുക്കാനായിട്ട് എന്തായാലും പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വണ്ടി ഫുള്ള് റീസ്റ്റോർ ചെയ്ത് എടുത്തിട്ട് നമുക്കങ്ങ് സ്വന്തമാക്കാം ഗൈസ്. ഓക്കെ, ഒന്നിലും നമുക്ക് നമ്മുടെ പേഴ്സണൽ വണ്ടിയായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ല വിലയ്ക്ക് എന്തായാലും വിൽക്കാം ഗൈസ്. അതാണ് ഞാൻ എന്തായാലും ഇപ്പോൾ ആലോചിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെസ്റ്റർ കണക്ക് എൻ്റെ ലൊക്കേഷൻ കണക്ക് എന്തായാലും കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഒന്നും നോക്കട്ടെ, നേരെ അവിടെ പോയിട്ട് എന്തെങ്കിലും ട്രക്കോ അങ്ങനെല്ലാം കിട്ടണ സാധനം വെച്ച് നേരെ ആ ഒരു വണ്ടികളൊക്കെ എന്തായാലും അടിച്ചോട്ടെ. പ്യുവർ ഗോൾഡൻ ഫോർഡ് മസ്താങ്ക് ആണ്. ഓക്കെ, എനിക്കെന്തോ വിശ്വസിക്കാൻ പറ്റില്ല കേസ്, ഇത്രയും റോഡിൽ ഒരു ഗോൾഡൻ വണ്ടി കിടക്കുമ്പോൾ ആരും അത് അടിച്ചു വരാനുള്ള കേസ്. കാരണം വെച്ചാൽ അത് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ആകെ സീനാണ്, വലിയ സെക്യൂരിറ്റി ഒക്കെ ഉള്ളതാണ്. ഓക്കെ, അടിച്ചു മാറ്റാം, പക്ഷേ വലിയൊരു പോലീസ് കേസസ് ഒക്കെ ഉണ്ടാവും കേസ്, അതാണ് സീനെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം വെച്ചാൽ നമുക്കെന്തായാലും അങ്ങോട്ട് പോകാം. പിന്നെ ഇതിലായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ എനേബിൾ ചെയ്താൽ വീഡിയോസ് എല്ലാം എപ്പോഴും നോട്ടിഫിക്കേഷനായിട്ട് എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിൻ്റെ മാക്സിമം വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കെന്തായാലും നോക്കി നോക്കാം ആ ഒരു വണ്ടികളൊക്കെ എടുക്കാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്താൽ നമുക്കെന്തായാലും ആ ഒരു ലൊക്കേഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ കേസ് നമ്മളങ്ങനെ ഫൈനലി കേസ് ആ ഒരു ഗോൾഡൻ മസ്താങ്കളൊക്കെ എന്തായാലും ഇടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്തോട്ട് കേസ് നമ്മളങ്ങനെ വന്നിട്ടുണ്ട്. എൻ്റെ മോന് കേസ് ഇതാണ് കേസ് ആ ഒരു വണ്ടി എന്ന് വെച്ചാൽ, ഇതാണ് കേസ് ആ ഒരു ഗോൾഡൻ മസ്താങ് എന്ന് പറയണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഡ്യൂക്കുകളൊക്കെ ഇവിടെ വെച്ചിരിക്കുക. എൻ്റെ ആകുമ്പോൾ ഫുള്ള് ഇടിച്ച് പൊളിഞ്ഞ് പൊണ്ടാറടങ്ങി കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് സ്പീഡ് വന്ന് ഈ ഒരു കമ്പി പോലത്തെ ഈ ഒരു സാധനത്തിൽ കൊണ്ട് അങ്ങ് ഇടിച്ച് കയറിയതായിരിക്കും കേസ്. അതാണ് നമ്മുടെ എയർപോർട്ടെന്ന് പറയുന്നത്. എൻ്റെ മോൻ ഇവിടെയാണ് കേസ് ഈ വണ്ടി ഇടിച്ച് കിടക്കണം, കംപ്ലീറ്റ് പൊളിഞ്ഞേക്കാണ്. എൻ്റെ ബമ്പറൊക്കെ പൊളിഞ്ഞേക്കാണ്, എല്ലാം ഗോൾഡനാണ്, പ്യുവർ ഗോൾഡനാണ്. എന്നിട്ട് പോലും ആരും വണ്ടി അടിച്ചു വരാനുള്ള കേസ് അതാണ്. ഓക്കെ, എന്തായാലും അതിപ്പോൾ വേണ്ട, നമ്മൾ തന്നെ ഈ വണ്ടി അങ്ങ് അടിച്ചു തരാനായിട്ട് പോകണം. പക്ഷേ ഇത് എന്തായാലും എടുക്കണമെങ്കിൽ നമുക്കൊരു ട്രക്കുകളൊക്കെ എന്തായാലും വേണം കേസ്. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ ഇപ്പം റോഡിൽ വലുതായിട്ട് ആൾക്കാരൊന്നും തന്നെ ഇല്ല. നമുക്ക് എന്തായാലും നമ്മുടെ ബൈക്ക് എടുത്തിട്ട് നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു ട്രക്ക് എന്തായാലും സെറ്റാക്കിയിട്ട് എന്തായാലും വരാൻ കേസ്. എന്നിട്ട് നമുക്ക് ആ ട്രക്കിൽ എന്തായാലും ഈ വണ്ടീനെ അങ്ങ് എടുക്കാൻ കേസ്. നമുക്ക് എന്തായാലും ഒരു ട്രക്ക് നൈസായിട്ട് അങ്ങ് സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഫൈനലി കേസ് നമ്മളങ്ങനെ ട്രക്കും കൂടെ എന്തായാലും സെറ്റാക്കിയേക്കാണ് കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ബ്ലാക്ക് കളർ ട്രക്കുകളൊക്കെ കിട്ടി. ഓക്കെ, നമ്മൾ ഈ ഒരു ട്രക്ക് എടുത്ത ആ ഒരു സ്ഥലത്ത് എന്തായാലും കേസ് നമ്മുടെ ഇതാണ് ഡ്യൂക്കുകളൊക്കെ എന്തായാലും കൊണ്ടിട്ടുണ്ട്. ഓക്കെ, ഈ ട്രക്ക് എടുത്തതെന്ന് വെച്ചാൽ ഒരു കൺസ്ട്രക്ഷൻ ഏരിയയുടെ സൈഡിൽ നിന്നാണ്. ഓക്കെ, എന്തായാലും ഒരാളോടെ ചോദിച്ചിട്ടാണ് എടുത്തത്. ഓക്കെ, നമുക്കപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു ഗോൾഡൻ സൂപ്പർ തന്നെ മണ്ടയ്ക്ക് കയറ്റാം. ഓക്കെ, അങ്ങനെ ഫൈനലി കേസ് നമ്മളങ്ങനെ നമ്മുടെ ആ ഒരു മസ്താങ്കുകളൊക്കെ കേസ് നമ്മളങ്ങനെ ഈ ഒരു ട്രക്കിൻ്റെ അകത്ത് നമ്മളൊക്കെ കയറ്റി നമ്മളങ്ങനെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു ട്രക്ക് കൊണ്ട് നേരെ എന്തായാലും കേസ് നമ്മുടെ ബെന്നിയുടെ ഗറാജിലോട്ട് പോകും. ഇതെന്താണ്, ഫ്രണ്ടിലൊരുത്ത വന്ന് ചാടി തന്നത്, അത് കുഴപ്പമില്ല. ഓക്കെ, ഈ വണ്ടി ഫുള്ള് മോഡിഫൈ ചെയ്തെടുക്കണം. ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഗോൾഡ് ഫുള്ളായിട്ട് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും കളർ അടിച്ചാലോ, അതേപോലെ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് അങ്ങ് റിപ്പയർ ചെയ്തെടുത്താലോ എന്നാണ് ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, പക്ഷേ ഈ ഗോൾഡൻ കളറിൽ ഇരിക്കണതാണ് കാണാൻ നല്ല ലുക്ക്. ഓക്കെ, ഗോൾഡൻ കളറല്ല, ഇത് ഒറിജിനൽ ഗോൾഡാണ്. ഓക്കെ, ഇതിൻ്റെ പാർട്സും കൂടെ ഞാൻ നൈസായിട്ട് എടുത്തു കേട്ടോ, അവിടെ തന്നെ ഏകദേശം കിടന്നു. ഓക്കെ, ഇതിൻ്റെ എല്ലാ പാർട്സും. ഓക്കെ, പാർട്സ് എന്തിനാണ് എടുത്തതെങ്കിൽ അതിലൊക്കെ ഗോൾഡ് ഉണ്ടല്ലോ കേസ്. ഓക്കെ, ഇതിൻ്റെ പാർട്സ് റിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മളെന്തായാലും വേറെ ഗോൾഡ് എവിടെ നിന്നെങ്കിലും കൊണ്ടുവരേണ്ടി വരും, അത് ഇച്ചിരി പാടാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും ഈ ഒരു വണ്ടി കയറ്റി ഫുള്ള് പണിഞ്ഞ് നമുക്കെന്തായാലും ഇറക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം ഫൈനലി ഗൈസ് നമ്മുടെ ആ ഒരു പൊളിഞ്ഞ് പണ്ടാറടഞ്ഞ ആ ഒരു ഫോർഡ് മസ്താങ്ക് കംപ്ലീറ്റ്ലി നമ്മളങ്ങനെ റീസ്റ്റോർ ചെയ്ത് നമ്മൾ ഫുള്ള് പണിഞ്ഞ് വേറെ ലെവലാക്കി, ഗോൾഡൊക്കെ പഴയതുപോലെ വെച്ച് ഫുള്ള് പോളിഷ് ചെയ്ത് നമ്മൾ വേറെ ലെവൽ വണ്ടിയാക്കി വേണം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല പൈസയുള്ള കാര്യമായിട്ട് ഈ വണ്ടി ശരിയാക്കാൻ. ഓക്കെ, ഇതിൻ്റെ എല്ലാ പാർട്സും നമ്മൾ കണ്ടുപിടിച്ച് ഇതിൽ കറക്റ്റ് ഫിറ്റ് ചെയ്ത് ശരിയാക്കി വെച്ചുകൊണ്ട്
വലുതായിട്ട് പൈസ ആയില്ല, എന്നാലും ഏകദേശം 2-3 ലക്ഷം രൂപ പണി റെഡിയാക്കി എടുക്കാനായിട്ടൊക്കെ. ഇതിൻ്റെ പാർട്സുകൾ കൂടെ പോയിരുന്നെങ്കിൽ ഗോൾഡ് നമ്മൾ എവിടെന്നെങ്കിലും സെറ്റ് ആക്കേണ്ടി വരുമായിരുന്നു. ഓക്കെ എന്തായാലും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെയല്ല. ഈ വണ്ടി ഫുള്ളായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഗോൾഡ് പാർട്സും എല്ലാം തിരിച്ചിട്ട് എല്ലാം റെഡിയാക്കി നമ്മൾ ഫുള്ള് പോളിഷ് ചെയ്ത് നമ്മളങ്ങനെ ഇറക്കിയിട്ടുണ്ട്. വണ്ടി ഫുള്ള് റീസ്റ്റോർ ചെയ്ത് നമ്മളങ്ങനെ ഇറക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഗോൾഡൻ മസ്താങ്. ഓക്കെ ഇപ്പം ഈ വണ്ടിക്ക് ഉണ്ട് ഒരു കുഴപ്പമില്ല, ലൈറ്റൊക്കെ ഇട്ടെല്ലാം സുഖമായിട്ട് പോകാം. എൻ്റെ ആകുമ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറാണ് നൈസ്. ഓക്കെ ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ച്, ഈ മസ്താങ് നമ്മളങ്ങനെ നൈസായിട്ട് അങ്ങ് പേഴ്സണൽ വെഹിക്കിളായിട്ട് അങ്ങ് എടുക്കാനായിട്ടാണ്. ഇത് നമ്മൾ വിൽക്കണമൊന്നും തന്നെ ഇല്ല. ഓക്കെ ഇത് നമ്മൾ തന്നെ അങ്ങ് എടുക്കാനായിട്ട് വേണം. വെച്ചാൽ ഇത് നൈസൊരു വണ്ടിയാണ്. ഓക്കെ എന്തായാലും വേറെ ലെവലാണ്. ഓക്കെ ആദ്യം വിചാരിച്ച ഇതിൻ്റെ ഗോൾഡൊക്കെ ഉരുക്കി നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വിറ്റിട്ട് ഈ വണ്ടി ഒരു ബ്ലാക്ക് കളർ പോലത്തെ എന്തെങ്കിലും ഒരു കളർ അടിച്ചെടുക്കുക എന്നൊക്കെയാണ് വിചാരിച്ച. അടിപൊളി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോ. ഞങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ടുള്ള കിടിലെ വീഡിയോ ഞങ്ങളൊക്കെയാണ് ഗൈസ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ. ഓക്കെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഏതാണ് റീസ്റ്റോറിങ് വീഡിയോകളൊക്കെയാണ് ഗൈസ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ. ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു കിടിലം വിട്ടിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കെ അതിന് വേറൊരു കാര്യം കൂടെ പറയുകയാണ്. ഇതിലായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തോളാം. ബെല്ലൈക്കണും കൂടെ തന്നെ നമ്മൾ ചെയ്താൽ വീഡിയോസ് നമുക്ക് അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അപ്പം പുതിയൊരു കിടിലം വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.